കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അവർ അവൻ്റെ മുഖം കാണും എന്ന ഒരു വാഗ്ദത്തം നമ്മൾ വായിക്കുന്നു. വിശുദ്ധന്മാർക്ക് ദൈവത്തെ മുഖാമുഖം കാണാനുള്ളതായ അവസരമുണ്ടാകും. അങ്ങനെ ഒരു ദിവസം വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നൊരു പ്രസ്താവന നമ്മൾ വായിക്കുന്നു. ദൈവം മോശയെ ആടുകളെ പരിപാലിക്കുന്നതിൽ നിന്നും വിളിച്ചു. ഇസ്രായേൽ മക്കളെയും മിസ്രയീമിൽ നിന്ന് വിടുവിക്കുന്നതിൻ്റെ വലിയ നേതൃത്വ വേല മോശയെ ഏൽപ്പിച്ചു. ദൈവം മോശയോട് സംസാരിച്ചു, പല അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. ജനങ്ങൾക്ക്, അതുപോലെ തന്നെ ഫറവോന് പല ദൂതുകൾ ദൈവം മോശ വഴി കൈമാറി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തെ ഒന്ന് കാണണം എന്ന് മോശയ്ക്കൊരാഗ്രഹം. സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, പക്ഷേ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണാനുള്ള ആഗ്രഹം, ഇത് നമ്മൾ വായിക്കുന്ന പുറപ്പാട് പുസ്തകം 33:18 അപ്പോൾ അവൻ, അതായത് മോശ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. എന്താണെന്നതിന് മറുപടി? പുറപ്പാട് പുസ്തകം 33:19 അതിന് അവൻ, ദൈവം മറുപടി പറയുകയാണ്, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിൻ്റെ മുൻപാകെ ഘോഷിക്കും. പുറപ്പാട് 33:20 നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ? പാപത്തിന് മുൻപ്, മനുഷ്യന് വീഴ്ച സംഭവിക്കുന്നതിന് മുൻപ് ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ആദാമിനും ഹവ്വായ്ക്കും ദൈവത്തെ മുഖാമുഖം കാണാൻ അവസരമുണ്ടായിരുന്നു. ഇന്ന് പാപം മുഖാന്തരം നമുക്ക് ദൈവത്തെ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് അവസ്ഥ. രാജാവിൻ്റെ മുഖം കാണുന്നതിനെക്കുറിച്ച് ഒരു അനുഭവം 2 ശമൂവേൽ 14:24 വായിക്കുന്നു. രാജകുമാരനായ അബ്ശാലോം ചില നിയമപ്രശ്നങ്ങളിൽ അകപ്പെട്ട് രാജ്യം വിട്ടു പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ ചില നാളുകൾക്ക് ശേഷം രാജാവിൻ്റെ അനുവാദത്തോടുകൂടി അബ്ശാലോം തിരിച്ചു വന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു വാക്യം നമ്മൾ കാണുകയാണ്. 2 ശമൂവേൽ 14:24 എന്നാൽ രാജാവ്, അവൻ, അതായത് അബ്ശാലോം, തൻ്റെ വീട്ടിലേക്ക് പോകട്ടെ, എൻ്റെ മുഖം അവൻ കാണരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അബ്ശാലോം തൻ്റെ വീട്ടിൽ പോയി രാജാവിൻ്റെ മുഖം കണ്ടതുമില്ല. കാരണം അവൻ ചെയ്ത കാര്യം രാജാവിന് സന്തോഷകരമായിരുന്നില്ല എന്നുള്ളതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 33 അതിൽ 26 ഇങ്ങനെ കാണുന്നു, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ അവങ്കൽ പ്രസാദിക്കും. ദൈവം ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യങ്കൽ പ്രസാദിക്കും. തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും. അവൻ മനുഷ്യന് അവൻ്റെ നീതിയെ പകരം കൊടുക്കും. അപ്പോൾ ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന അവസ്ഥയിൽ നിന്ന് തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും എന്ന അവസ്ഥയിലേക്ക് ഒരു വലിയ പുരോഗതി സംഭവിക്കുന്നു. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? പുതിയ ആകാശം പുതിയ ഭൂമിയും സ്ഥാപിച്ചു കഴിയുമ്പോൾ. വെളിപ്പാട് പുസ്തകം 22:4 അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. വെളിപ്പാട് പുസ്തകം 22:5 ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ആ അവസ്ഥയിലാണ് ദൈവത്തെ മുഖാമുഖം കാണുകയും ജീവിക്കുകയും ചെയ്യാൻ സാധിക്കുന്നത്. വിശുദ്ധന്മാർക്ക് ദൈവത്തെ കാണാനുള്ളതായ അവസരമുണ്ടാകും. എത്രയും ശ്രേഷ്ഠമായ ഒരു പദവിയായിരിക്കും അത് എന്ന് ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവവചനത്തിൽ കാണുന്ന അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങൾ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നതിന്, കർത്താവിനെ ഭയന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി ജീവിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ രാജ്യത്തിൽ ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.